വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും എളുപ്പത്തിൽ എനിക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണത്. ഒരു ദിവസം ഒരു 3 കമന്റെങ്കിലും ഈ ഒരു ക്വസ്റ്റിനെ വെച്ചിട്ട് നമ്മുടെ കമന്റ് സെക്ഷനിൽ കാണാറുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാൻ, ഒരു ഡിലേയും ഇല്ലാതെ പ്രഗ്നന്റ് ആകാൻ ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് ഞാൻ പ്രഗ്നന്റ് ആകുന്നില്ല ചേച്ചി, എന്തെങ്കിലും ഒരു വഴിയുണ്ടോ പ്രഗ്നൻസി ആകാൻ വേണ്ടിയിട്ട്? ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. നിങ്ങളും മനസ്സിൽ ചിന്തിക്കാറുണ്ടാവില്ലേ എങ്ങനെ എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകുക എന്നുള്ളത്? അങ്ങനെ നിങ്ങൾ എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാൻ കഴിയുന്ന, ഏറ്റവും ഈസിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന, ഒരു മുതൽ മുടക്കോ ഒരു എഫോർട്ടോ ഇടാതെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന 4 ടിപ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഹോർമോൺസിനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിൽ ഉണ്ടാകുന്ന ഹോർമോൺസ് വ്യതിയാനം കൊണ്ട് നമുക്ക് പ്രഗ്നൻസി ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് പോകുന്നുണ്ട്. തൈറോയ്ഡ് ഹോർമോണിന്റെ വ്യത്യാസം, PCOD വരുമ്പോൾ ഹോർമോണിന്റെ വ്യത്യാസം, ഒബിസിറ്റി വരുമ്പോൾ ഹോർമോണിന്റെ വ്യത്യാസം, സ്ട്രെസ് വരുമ്പോൾ ഹോർമോണിന്റെ വ്യത്യാസം, ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. ആ ഹോർമോൺ ശരിയല്ല, ഈ ഹോർമോൺ ശരിയല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് പ്രഗ്നന്റ് ആകുന്നില്ല, നിങ്ങൾക്ക് പ്രൊലാക്റ്റിൻ ഉണ്ട്, നിങ്ങൾക്ക് PCOD ഉണ്ട്, ഹൈപ്പർ തൈറോയിഡ്സ് ഉണ്ട്, ഹൈപ്പോ തൈറോയിഡ്സ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് ഹോർമോൺസിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? എന്നാൽ നിങ്ങളെ പ്രഗ്നന്റ് ആകാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന 4 ഹോർമോൺസ് ഉണ്ട്. ഹോർമോണൽ ഇംബാലൻസസ് വരുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെ ഈ 4 ഹോർമോൺസ് നിങ്ങളുടെ ശരീരത്തിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും ഫോളിക്കിൾസ് കൃത്യമായിട്ട് വളരുന്നതിനും സഹായിക്കുന്നു. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് ഹാപ്പി ഹോർമോൺസിനെ പറ്റിയിട്ടാണ്. ഹാപ്പി ഹോർമോൺസിന്റെ കാറ്റഗറിയിൽ പെടുന്ന 4 ഹോർമോൺസിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. അവ സെറട്ടോണിൻ, ഓക്സിറ്റോസിൻ, ഡോപ്പമിൻ ആൻഡ് എൻഡോർഫിനിൻ. പേര് കേൾക്കുമ്പോൾ വലിയ കക്ഷികളായിട്ട് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഹാപ്പി ഹോർമോൺസിനെ, അതായത് നിങ്ങളുടെ ശരീരത്തെ ഹാപ്പി ആയിട്ട് വെക്കാൻ കഴിയുന്ന ഈ ഹോർമോൺസിനെ നിങ്ങളുടെ ശരീരത്തിൽ എളുപ്പത്തിൽ ഇൻക്രീസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് അടുത്തതായിട്ട് നോക്കിയാലോ. സാധാരണയായിട്ട് ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞ എൻഡോർഫിനിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴാണ്. ഈ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിനെ ഒന്ന് ഫിറ്റ് ആക്കാനും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ടും സഹായിക്കുന്ന എക്സസൈസുകളാണ്. നമ്മളിപ്പോൾ യോഗ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസുകൾ നമ്മൾ ചെയ്യുമ്പോഴേക്കും ഒരു ഫ്രഷ്നെസ് ആ ഒരു എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഫീൽ ചെയ്യാറില്ലേ? കാരണം നോർമൽ ആയിട്ട് ഒരു എക്സസൈസ് ചെയ്യുമ്പോഴേക്കും നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ എത്രത്തോളമാണോ ഉണ്ടായിരുന്നത് അതിനേക്കാളും കുറച്ചുകൂടി ബ്ലഡ് സർക്കുലേഷൻ നമ്മളുടെ ശരീരത്തിൽ ഇൻക്രീസ് ആകുന്നു. ഈ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആകുമ്പോഴേക്കും നമ്മളുടെ ഹാർട്ടിന്റെ പ്രവർത്തനം കുറച്ചുകൂടി ഒന്ന് വേഗത്തിൽ നടക്കുന്നു. ബ്ലഡ് സർക്കുലേഷൻ, അതായത് ഓരോ സ്ഥലത്തോട്ടും ബ്ലഡിന്റെ പമ്പിങ് കൃത്യമായിട്ടുള്ള രീതിയിൽ കൂടുതൽ അവിടെ ഉണ്ടാവുന്നു. ഇങ്ങനെ ഒരു പമ്പിങ് അവിടെ ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഈ പമ്പിങ് മൂലം നമ്മളുടെ ശരീരം കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുകയും ഊർജ്ജസ്വലത നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ ശരീരത്തിലെ ഹാർട്ട് ബീറ്റ് കൂടുന്നതോടൊപ്പം നമ്മളുടെ ശരീരം ഹെൽത്തിയും അതുപോലെ ഫിറ്റും ആയിട്ടിരിക്കുന്നു. എൻഡോർഫിനിൻ പ്രൊഡ്യൂസ് ആവുകയും ഈ സമയത്ത് ഉണ്ടാവുന്നു. ഇത് സ്ട്രെസ് വരുമ്പോൾ വേഗം അത് റിലാക്സ് ആക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. എൻഡോർഫിനിന്റെ പ്രൊഡക്ഷൻ അവിടെ ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയും ഫിറ്റും ഒക്കെ ആയി, ഹെൽത്തിയും ഒക്കെ ആയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെസ് എത്രത്തോളം വരുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആലോചിച്ച് വിഷമിക്കുന്നുണ്ടെങ്കിൽ ആ വിഷമത്തെ ഒന്ന് പെട്ടെന്ന് തന്നെ കൺട്രോൾ ചെയ്ത് നമ്മളുടെ ശരീരത്തിലെ കുറേയും കൂടി ഒന്ന് ടെൻഷൻ ആക്കാതെ പെട്ടെന്ന് ആ ഒരു സ്ട്രെസ്സിനെ കുറച്ച് നോർമലാക്കി കൊണ്ടുവരാനായിട്ട് ഈ ഒരു ഹാപ്പി ഹോർമോൺ ആയിട്ടുള്ള എൻഡോർഫിനിൻ നമ്മളെ സഹായിക്കുന്നു. ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസുകളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാക്കിംഗ് ചെയ്യാം. നല്ല കൈ നല്ലോണം വീശി നമ്മളുടെ വീടിന്റെ ടെറസിലോ നമ്മളുടെ ഹോളിലോ, അല്ലെങ്കിൽ ഇപ്പോൾ റൂമിലാണെങ്കിൽ 8 വാക്കിങ്ങോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സൈക്ലിംഗ് നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഡാൻസിങ് എൻജോയ് ചെയ്യുന്നവരാണ്, ഡാൻസ് കളിക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഡാൻസിങ് ചെയ്യാം, അല്ലെങ്കിൽ വാക്കിംഗ് ചെയ്യാം, അല്ലെങ്കിൽ റണ്ണിങ് ചെയ്യാം, സൈക്ലിംഗ് ചെയ്യാം, ടെന്നീസ് കളിക്കാം, അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഒരുപാട് നമ്മുടെ ശരീരത്തെ ഒന്ന് തളർത്തുന്ന രീതിക്കല്ലാത്ത രീതിക്കുള്ള എക്സസൈസുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. യോഗ ചെയ്യാവുന്നതാണ്, ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങളുടെ ശരീരത്തിലെ എൻഡോർഫിനിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ആക്കുന്നതിന് സഹായിക്കുന്നു. അടുത്ത ഹോർമോണാണ് സെറട്ടോണിൻ. ഈ സെറട്ടോണിൻ നിങ്ങളുടെ ശരീരത്തിൽ ഇൻക്രീസ് ആകുന്നത് എങ്ങനെയാണെന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും ഒരു വണ്ടറായി പോകും. അതായത് ഈ ഒരു ഹോർമോൺ നമുക്ക് പ്രൊഡ്യൂസ് ആവുന്നത് നമ്മൾ നേച്ചറുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്താണ്. നമ്മളൊരു ഈവനിങ് സമയത്ത്, അല്ലെങ്കിൽ സൂര്യനൊക്കെ ഒന്ന് അസ്തമിക്കാറായിട്ടുള്ള സമയത്ത് നമ്മുടെ വീടിന്റെ ടെറസിലോ അല്ലെങ്കിൽ മുറ്റത്തോ ഒന്ന് പോയിരുന്നിട്ട് നമ്മൾ മരങ്ങളും അതുപോലെ പ്രകൃതി ഭംഗിയും അതുപോലെ പക്ഷികൾ പറന്നു പോകുന്നതും ഒക്കെ ഒന്ന് എൻജോയ് ചെയ്ത് നോക്കുക. അത് ജസ്റ്റ് ഒന്ന് കാണുമ്പോൾ നമ്മളുടെ കണ്ണിന് വലിയൊരു കുളിർമ ഉണ്ടാവില്ലേ? ഓ, നന്നായിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരില്ലേ? അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഏർലി മോർണിംഗ് നമ്മൾ എഴുന്നേക്കുന്നു, കുറച്ച് പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയതിനു ശേഷം നമ്മൾ മുറ്റത്ത് പോരുന്ന കാഴ്ചകൾ കാണുന്നു, ആ മഞ്ഞുതുള്ളികൾ കാണുന്നു, മഴ പെയ്യാൻ പോകുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് കാണുന്നു, സൂര്യൻ ഉദിച്ചു വരുന്നത് കാണുന്നു. ഇതൊക്കെ കാണുമ്പോഴേക്കും നമ്മളുടെ ശരീരത്തിന്
വാവ് സൂപ്പർ എന്നുള്ളൊരു മൈൻഡ് നമുക്ക് ശരീരത്തിൽ ഉണ്ടാവില്ലേ? ഈ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ സൂപ്പർ ആയിട്ടുണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴേക്കും ആ ഒരു കാര്യം നിങ്ങളുടെ ശരീരത്തിലെ സെറട്ടോണിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് കാരണമാകുന്നു. ഇത് നമ്മൾ ഫ്രഷ് എയറും അതുപോലെ നേച്ചറും അതുപോലെ സൺലൈറ്റും എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹോർമോണാണ്. നമ്മൾ കുറച്ചൊക്കെ ഒന്ന് സൺലൈറ്റ് കൊള്ളുമ്പോൾ, ഒരുപാട് വെയിലത്ത് പോയിരിക്കാനല്ലോ, ഇപ്പോഴത്തെ വെയിലൊട്ടും സഹിക്കാൻ പറ്റില്ല. നമുക്ക് പറ്റുന്ന ഒരു ചൂട്, നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ചൂടത്ത് പോയി നമ്മളൊരു 10-15 മിനിറ്റ് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ആ സൺലൈറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നതും നിങ്ങളുടെ ശരീരത്തിലെ വിറ്റമിൻ ഡി എത്തുന്നതിനും അതുപോലെ തന്നെ നിങ്ങളൊന്ന് ആക്റ്റീവായിട്ടിരിക്കുന്നതിനും സഹായിക്കുന്നു. അതുപോലെ ഫ്രഷ് എയർ നമ്മൾ ബ്രീത്ത് ചെയ്തെടുക്കുമ്പോഴേക്കും ഏകദേശം ഒരു ഏർലി മോർണിംഗിലൊക്കെയുള്ള എയർ മറ്റുള്ള എയറിനെ അപേക്ഷിച്ച് അത്രമാത്രം പൊല്യൂട്ടഡ് അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് ആ സിറ്റുവേഷൻ വ്യത്യാസമായിരിക്കും. പക്ഷെ ഒന്ന് കുറച്ച് ഉള്ളിലോട്ടൊക്കെ താമസിക്കുന്നവർക്ക് ഫ്രഷ് എയർ കിട്ടുന്നതിന് അത് ഒരുപാട് സഹായിക്കും. ഫ്രഷ് എയറിലാവുന്ന ആ ഒരു സിറ്റുവേഷനിൽ പോയിരുന്നിട്ട് നല്ലതുപോലെ ഒന്ന് ബ്രീത്ത് ഇൻ ആൻഡ് സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ ഡീപ്പായിട്ട് ആ ഫ്രഷ് എയർ നിങ്ങളുടെ ശരീരത്തിലോട്ട് കയറും. അങ്ങനെ കയറുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഭയങ്കര റിഫ്രഷിംഗ് മോഡിലോട്ടായിരിക്കും നിങ്ങൾ പോകുന്നത്. ആ ഒരു മോഡ് നിങ്ങൾക്ക് ഈ സെറട്ടോണിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ആക്കുന്നതിന് സഹായിക്കുന്നു. അപ്പൊ ആ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ആക്കാൻ ആ ഒരു കാര്യം ചെയ്യാം കേട്ടോ. അടുത്ത ഹോർമോൺ എന്ന് പറയുന്നത് ഡോപ്പമൈൻ ആണ്. ഈ ഡോപ്പമൈൻ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ആവുന്നത് അതിനേക്കാളും ഈസി ആയിട്ടുള്ള ഒരു വെയിലാട്ടോ. നമ്മൾ മറ്റുള്ളവരിലോട് എന്തെങ്കിലും കാരുണ്യം കാണിക്കുന്ന സമയത്ത്, ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ ലവ് ഒന്ന് നമ്മൾ കാണിക്കുന്ന സമയത്തൊക്കെ, ഒരു ട്രസ്റ്റ് നമ്മൾ കൊടുക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും നിങ്ങളിൽ ഈ ഒരു ഡോപ്പമൈൻ ഹോർമോൺ പ്രൊഡ്യൂസ് ആവുന്നത്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നു, ആ കൊടുക്കുന്ന ഒരു സമയത്ത് ഒരാൾ ആഗ്രഹിച്ച കാര്യം നമ്മൾ അയാൾക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവില്ലേ? ചിലപ്പോൾ അയാളെക്കാൾ സന്തോഷം നമുക്കായിരിക്കും. അതായത് ഇപ്പോൾ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആർക്കെങ്കിലും ഒരു പൈസ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുക, ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴേക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇപ്പൊ വീട്ടിൽ ചെയ്യുന്ന ജോലികളിലാണെങ്കിലും കൂടുതലായിട്ട് നമ്മൾ ഒരാളെ സഹായിച്ചു കഴിയുമ്പോൾ ഞാനിന്ന് അമ്മയെ സഹായിച്ചു, എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, എന്നെ സഹായിച്ചുകൊണ്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി, അങ്ങനെ ഒരു ഫീൽ നമുക്ക് വരില്ല. അല്ലെങ്കിൽ ഹസ്ബൻഡിന് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോഴേക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡ് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുമ്പോഴും, ഇന്ന് അദ്ദേഹം എന്നെ ഹെൽപ്പ് ചെയ്ത് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഞാൻ ഹാപ്പിയാണ് ഞാൻ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഈ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ആകുന്നു, ഡോപ്പമൈൻ എന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ആവുന്നു. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ള കാരുണ്യവും ദയവും ഒക്കെ മറ്റുള്ള ഒരാൾക്കും കൂടി കാണിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രീംലി നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഈ സമയത്തും ഡോപ്പമൈൻ ഹോർമോൺ നമ്മളുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ആകുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ആവുന്നത് ഓക്സിറ്റോസിൻ ആണ്. ഈ ഓക്സിറ്റോസിൻ ഹോർമോൺ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ആവുന്നത് നിങ്ങൾ എത്രത്തോളം ചിരിക്കുന്നുണ്ടോ ആ ഒരു സമയത്താണ്. അത് മാത്രമല്ല, നിങ്ങൾ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ലവ് ഷെയർ ചെയ്യുന്ന സമയത്തും ഓക്സിറ്റോസിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ആവുന്നു. ലവ് ഷെയർ ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ കോൺടാക്ട് അല്ല കേട്ടോ. രണ്ടുപേർക്കും വേണ്ടിയിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക, കല്യാണത്തിന് മുമ്പുള്ള വിശേഷങ്ങൾ പറയുക, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ലവ് മേക്കിംഗ് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുമ്പോഴേക്കും ആ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ മെമ്മറിയിൽ സൂക്ഷിച്ചു വെക്കുന്നത് ആ ഒരു സമയമായിരിക്കും. ചിലപ്പോൾ കല്യാണത്തിന് മുമ്പ് നിങ്ങൾ യാത്ര പോയിട്ടുള്ള സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആദ്യമായിട്ടുണ്ടായിട്ടുള്ള യാത്രകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നും മെമ്മറിയിൽ സൂക്ഷിച്ചു വെക്കുന്ന കാര്യങ്ങളല്ലേ. ഇതെല്ലാം നിങ്ങളിൽ ഹാപ്പി ഹോർമോൺ ആയിട്ടുള്ള ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കണം. അത് മാത്രമല്ല, നിങ്ങൾ എത്രത്തോളം ചിരിക്കുന്നോ അത്രത്തോളം നിങ്ങൾ ഹാപ്പി ആകും. നമ്മൾ ഇന്ന് ചിരിക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള ഒരുപാട് മാർഗ്ഗങ്ങൾ നമ്മുടെ ഫോണിലുണ്ടല്ലേ. വീഡിയോസ് ഉണ്ട്, വൈറൽ വീഡിയോസ് ഉണ്ട്, ട്രെൻഡിങ് വീഡിയോസ് ഉണ്ട്, അല്ലെങ്കിൽ ട്രോൾസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ കാണുന്നതോ അല്ലെങ്കിൽ ബുക്സ് നിങ്ങൾ വായിക്കുന്നതോ ഒക്കെ നിങ്ങളിൽ ആ ഒരു ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. അത് മാത്രമല്ല, ഇതിനോടൊപ്പം തന്നെ ഈ 4 ഹോർമോൺസും ഇൻക്രീസ് ആവുന്നതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തിനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലോവർ അബ്ഡമൻ ഭാഗവും അതുപോലെ നമ്മുടെ കൈയുടെ ഭാഗവും നമ്മുടെ കാലിന്റെ ഭാഗവും ഒക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന ശരീരഭാഗങ്ങളൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതും നമ്മുടെ ബോഡിക്ക് ഒരു റിഫ്രഷ്മെന്റ് കൊടുക്കുന്നതിന് സഹായിക്കുന്നു. അത് മാത്രമല്ല, നമ്മൾ കൃത്യമായിട്ടുള്ള സമയത്ത് കിടന്ന് ഉറങ്ങുക, കൃത്യമായിട്ടുള്ള സമയത്ത് നമ്മൾ എഴുന്നേൽക്കുക, ആ ഒരു കാര്യം മസ്റ്റ് ആയിട്ട് ചെയ്യുക. നമ്മൾ ഉറക്കം കുറച്ചിട്ട് ഒരു പണിയും ചെയ്യാനായിട്ട് നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫെർട്ടിലിറ്റി അത് സാരമായിട്ട് തന്നെ ബാധിക്കും കേട്ടോ. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യുക. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്.
കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.